എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, ആ പേഴ്സൻ്റെ മനസ്സിലെന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇന്നത്തെ റീഡിംഗ് ഒരു ക്യാൻഡിൽ ബാക്സ് റീഡിംഗ് ആണ്. ഒരുപാട് നാളായി ഒരു ക്യാൻഡിൽ ബാക്സ് റീഡിംഗ് ചെയ്തിട്ട്, അപ്പോൾ നമുക്കിന്ന് ക്യാൻഡിൽ ബാക്സ് റീഡിംഗ് ചെയ്യാം. അതോടൊപ്പം കാർഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ക്യാൻഡിൽ ബാക്സ് റീഡിംഗ് ആണ്, പക്ഷേ അതോടൊപ്പം കാർഡ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൻ്റെ കറണ്ട് എനർജി, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കിയ സമയത്ത്, അല്ലെങ്കിൽ അത് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, വളരെ വളരെ പതിയെ ഉള്ളൊരു എനർജിയാണ് ആ പേഴ്സൻ്റെ. വളരെ പതിയെ ഉള്ളൊരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലായത്. അതായത് എനിക്കിവിടെ ലഭിച്ചത് വളരെ പതിയെ ഉള്ളൊരു എനർജിയാണ്. എനിക്ക് മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൻ്റെ എനർജി ഈ ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പൊതുവേ ആ പേഴ്സൺ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമത്തിലായതുകൊണ്ട്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വിഷമം ആ പേഴ്സൺ ആരോടും പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൻ്റെ എനർജിയിൽ ആ ഒരു വേഗത ഇല്ലായ്മ, അതായത് വളരെ പതിയെ ഉള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നിമിഷം, ഈ ഒരു സമയത്ത്, അതായത് ഈ റീഡിംഗ് കാണുന്ന, നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആ പേഴ്സൻ്റെ എനർജി അങ്ങനെ ആയിരിക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ എനർജി അങ്ങനെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ പതിയെയുള്ള ഒരു എനർജിയാണ്. മേ ബി ആ പേഴ്സണ് നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്ന് അറിയില്ലായിരിക്കാം. നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന് ആ പേഴ്സണ് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം കേട്ടോ. ആ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ മേ ബി നിങ്ങളോട് പറയാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജി എനിക്ക് ലഭിക്കുന്നത്, ആ പേഴ്സൺ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരിക്കാം. ആ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ആ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്ലോ ആയിട്ടുള്ള, വളരെ പതിയെ ഉള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ എത്ര പതിയെ ഉള്ള എനർജി ആണെങ്കിലും, ആ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് അറിയില്ലെങ്കിലും, എനിക്കിവിടെ മനസ്സിലാകുന്നൊരു കാര്യം, ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ആ പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ഈ ഒരു നിമിഷത്തെ എനർജിയും വളരെ പതിയെ ഉള്ളൊരു എനർജി ആയിരിക്കാം. മേ ബി നിങ്ങൾക്കും ആ പേഴ്സണോട് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ലായിരിക്കാം. നിങ്ങൾക്കും ആ പേഴ്സണോട് സംസാരിക്കാൻ മേ ബി ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളും ഒരു കൺഫ്യൂഷനിലായിരിക്കാം. നിങ്ങൾക്കും എന്തൊക്കെയാണ് ആ പേഴ്സണോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോട് ആ പേഴ്സണ് എത്രത്തോളം സ്നേഹമുണ്ടോ ആ ഒരു സ്നേഹം ആ പേഴ്സണ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നുണ്ടാവില്ല. ഈ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ സ്നേഹം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ
ഇങ്ങനെ പറയാൻ ആ പേഴ്സൺ അറിയില്ല. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും മേ ബി ആ പേഴ്സണ് പറയാൻ അറിയില്ലായിരിക്കാം. പക്ഷേ സ്നേഹമുണ്ട് ആ പേഴ്സണ്. മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. വളരെയധികം വിഷമത്തിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും ആ ഒരു സ്നേഹം, ആ പേഴ്സൻ്റെ ആ ഒരു സ്നേഹം, അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോടുണ്ടോ എന്ന് ചോദിക്കാനൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനൊന്നും ആ പേഴ്സണ് കഴിയാത്തത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൻ്റെ മുഖം കാണുമ്പോൾ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പേഴ്സന് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടുകാരോ ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം, എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ന് ആ പേഴ്സൻ്റെ വീട്ടുകാർ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സന് പ്രിയപ്പെട്ട ആരെങ്കിലും ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് മേ ബി അവരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സണോട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കാം. കാരണം ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൻ്റെ മുഖത്ത് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ മുഖത്ത് ആ പേഴ്സൻ്റെ വിഷമം അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന സമയത്ത്, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പേഴ്സൺ പറയും, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ തോന്നുന്നതാണ്, എനിക്കെന്ത് വിഷമം, ഞാൻ സന്തോഷത്തിലാണല്ലോ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ആ പേഴ്സൺ അവരോട് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ വിഷമത്തിലാണെന്നും. മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കാം വിഷമമുള്ളതെന്ന്. അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ആ പേഴ്സൺ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് ചോദിച്ചതായിരിക്കാം. ഞാനിത് എടുത്തു പറയാൻ കാരണം ആ ഒരു മെസ്സേജ്, ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷമുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി എന്താണ് ആ പേഴ്സൺ ഇത്രമാത്രം ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. എങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയായിരിക്കാം ചിന്തിക്കുന്നത്, നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കണം, ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളോട് എന്തൊക്കെ ആയിരിക്കും ആ പേഴ്സൺ സംസാരിക്കുക എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കാം. അതിനേക്കാളുപരി നിങ്ങളെ കാണണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു പുതിയ തുടക്കം, അതായത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു മനോഹരമായിട്ടുള്ള പുതിയ തുടക്കം ഉണ്ടാവണം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി മനോഹരമായിട്ടുള്ളൊരു പുതിയ തുടക്കം ഉണ്ടാകണം. ആ പുതിയ തുടക്കം എന്നുണ്ടാകും എന്നൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് ഒരു ഉത്തരം കിട്ടുന്നില്ല. അതായത് എന്നായിരിക്കും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുക, എന്നായിരിക്കും ഒരു മനോഹരമായിട്ടുള്ള, ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മനോഹരമായിട്ടുള്ള പുതിയ തുടക്കം ഉണ്ടാവുക എന്ന് ആ പേഴ്സൺ അറിയില്ല. അതിന് ആ പേഴ്സണൊരു ഉത്തരം കിട്ടുന്നില്ല. പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആ പേഴ്സണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്
എന്ന് കേൾക്കാനും ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളും അത് ആരോടും പറയുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോടും പറയുന്നുണ്ടാവില്ല. നിങ്ങളത് മറച്ചു വയ്ക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ പേഴ്സണോട് പറയണമെന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നത് പോലെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണം, വളരെ വേഗത്തിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി വളരെ മനോഹരമായിട്ടുള്ളൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചിന്ത. ആ ഒരു ചിന്ത കാരണം കൂടിയാണ് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ പേഴ്സണ് വിഷമമില്ല എന്നല്ല, ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ മേ ബി നിങ്ങളും വിഷമിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചിന്ത ആ പേഴ്സണുണ്ട്. നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ, നിങ്ങളെ ആ പേഴ്സൺ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ, ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നത് ആ പേഴ്സണ് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷമാണ് ആ പേഴ്സണ് വലുത് എന്ന് വെച്ചാൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറിയാൽ അത് ആ പേഴ്സണ് സന്തോഷമാകില്ല എന്നല്ല, ആ പേഴ്സണും അത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അത് ആ പേഴ്സണും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതേസമയം അത് കാരണം, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറിയാൽ നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ അതാണ് ആ പേഴ്സണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. ഇനി ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇത് മാറും, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ മാറും, ഒരു പുതിയ തുടക്കം ഉണ്ടാകും, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സണ് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കാറില്ല. ഇനി ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുമോ, ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ, ഇനി ഈ റിലേഷൻഷിപ്പ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മനോഹരമായി മുന്നോട്ട് പോകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് ആ പേഴ്സണ് പലപ്പോഴും സാധിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറക്കാനോ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും, അതായത് ഇത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ എന്ന് ആ പേഴ്സണ് ഇപ്പോഴും അറിയില്ല. ആഗ്രഹമുണ്ട് മാറണമെന്ന്, പക്ഷേ ആ പേഴ്സൺ അറിയില്ല അത് സംഭവിക്കുമോ, അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങളും ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മേ ബി നിങ്ങൾക്കും അതിന് സാധിച്ചിട്ടുണ്ടാവില്ല, ആ പേഴ്സണും അതിന് സാധിക്കുന്നില്ല. ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിച്ചാൽ പോലും, ആ പേഴ്സൺ നിങ്ങളെ മറക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം. മേ ബി നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ്
മേ ബി നിങ്ങളും ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചിട്ട് കൂടി നിങ്ങൾക്കതിന് സാധിക്കാത്തത് നിങ്ങൾ മേ ബി ആ പേഴ്സണ് ഒത്തിരി പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം, പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്കും ആ പേഴ്സണെ മറക്കാൻ ആഗ്രഹിച്ചാലും അതിന് സാധിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളും ഇപ്പോഴും ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം മേ ബി, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതായത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നല്ല, ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന് സാധിക്കുന്നുണ്ടാവില്ല എന്നുള്ളൊരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി വട്ടം ആലോചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളോടൊന്ന് വന്ന് സംസാരിച്ചാലോ, മേ ബി നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കമൊക്കെ ഒന്ന് മാറിയാലോ എന്നൊക്കെ ആ പേഴ്സൺ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആ പേഴ്സണെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ മേ ബി കരഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ടായിരിക്കാം, ഇപ്പോഴും വിഷമിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണോടൊന്ന് സംസാരിച്ചാലോ എന്ന്, നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കും അതിന് സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതായത് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചെങ്കിലെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി ആ പേഴ്സൺ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം. ആ പേഴ്സണ് പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പക്ഷികളെ ഒരുപാട് ഇഷ്ടമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷികൾ, പൂക്കൾ, പ്രകൃതി ഇതെല്ലാം ആ പേഴ്സണ് ഒത്തിരി ഇഷ്ടമായിരിക്കാം. മേ ബി ആ പേഴ്സൺ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. മേ ബി നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ സംസാരം കേൾക്കാൻ നല്ല രസമാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ മനോഹരമായ സംസാരം, ആ വളരെ മനോഹരമായിട്ടുള്ള നിങ്ങളുടെ വളരെ രസമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സംസാരം കേൾക്കണമെന്ന് മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഒത്തിരി എന്താ പറയുക, പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ആ പേഴ്സൺ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് ആ പേഴ്സൻ്റെ വിഷമം പുറമേ പറയുന്ന ഒരാളല്ല, പുറത്ത് കാണിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ അങ്ങനെ ആരോട് പറയുന്ന ഒരാളായിരിക്കില്ല. ആ പേഴ്സൻ്റെ സന്തോഷം ആ പേഴ്സൺ മറ്റുള്ളവരോട് പറയുമായിരിക്കാം, ആ പേഴ്സന് പ്രിയപ്പെട്ടവരോട്. പക്ഷേ അങ്ങനെ ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ അങ്ങനെ തുറന്ന് പറയുന്ന ഒരാളായിരിക്കില്ല. ആ പേഴ്സണ് പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളായിരിക്കാം. ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ആ ഒരു സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളുടെ സംസാരം ഒന്ന് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ആ പേഴ്സണോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം മാത്രമല്ല, അല്ലാതെയും നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കാനോ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഇപ്പോൾ ആ പേഴ്സൺ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളും അങ്ങനെ ആയിരിക്കാം. എങ്കിൽ പോലും എത്രത്തോളം ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്, ആ പേഴ്സൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത്, മേ ബി ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി അത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മേ ബി ഇത് നിങ്ങളുടെ ഫേവറേറ്റ് കളറായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫേവറേറ്റ് കളറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് കളറായിരിക്കാം. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഈ രണ്ട് കളറും നിങ്ങളുടെ ഫേവറേറ്റ് കളറായിരിക്കാം. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. പേഴ്സണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളോട് ആ പേഴ്സണ് പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയണം. അതായത് ആ പേഴ്സണ് പറയാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളോട് കൃത്യമായി പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ആ പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങളും ആ പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ മുൻപ്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ പേഴ്സണ് നിങ്ങളോട് തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ പിണക്കത്തിലായതുകൊണ്ട് ആ പേഴ്സണിനെ നിങ്ങളോടത് പറയാൻ ശ്രമിച്ചാലും നിങ്ങളത് കേൾക്കാൻ തയ്യാറാകുമോ, ഇല്ലെങ്കിൽ ആ പേഴ്സൺ അത് പറയുന്ന സമയത്ത് നിങ്ങളത് വിശ്വസിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ആ പേഴ്സൻ്റെ സ്നേഹം, ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളതിന് തയ്യാറാകുമോ, ആ പേഴ്സണ് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരയ്ക്കും ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്ന് ഞാൻ പറയില്ല, പക്ഷെ ചിന്തിക്കാറുണ്ട്, ഒത്തിരി ചിന്തിക്കാറുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കാറുണ്ട് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, പാട്ടുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ പട്ടിക്കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. അതായത് മേ ബി ആ പേഴ്സൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടികൾ ഉണ്ടായിരിക്കാം. പട്ടിക്കുട്ടികളല്ല, മേ ബി ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പട്ടിക്കുട്ടികളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരിക്കാം. ഞാനീ പറഞ്ഞതുപോലെ പട്ടിക്കുട്ടികളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കാം മേ ബി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും, യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അതുപോലെ പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അതുപോലെ പട്ടിക്കുട്ടികളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ഇതൊക്കെ ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങളായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഇഷ്ടവുമായിരിക്കാം. ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണത്. റെസനേറ്റ് ആവുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ആ പേഴ്സണ് മധുരം വളരെ ഇഷ്ടമായിരിക്കാം. മധുരം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ
മധുര പലഹാരങ്ങളില്ലേ, അത് ഒരുപാട് ഇഷ്ടമായിരിക്കാം. ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിക്കുമെന്നല്ല, അത് ആ പേഴ്സണ് ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ മിഠായികൾ ഇഷ്ടമായിരിക്കാം. ആ പേഴ്സണ് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മിഠായി ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം. എന്ന് വെച്ചാൽ ആ പേഴ്സൺ അത് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരുപാട് കഴിക്കുമെന്നല്ല, ആ പേഴ്സൺ അത് ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിഠായികളൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കാം. നിങ്ങളും കഴിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കാം. നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നത്. മേ ബി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടായിരിക്കും, മേ ബി ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവാം. അതായത് ഇത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. മേ ബി നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ഇപ്പോൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സണെ കുറിച്ച് നിങ്ങളും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സണും ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. മേ ബി നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സണ് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണെന്ന്. അങ്ങനെ ആ പേഴ്സൺ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. എപ്പോഴുമല്ല എങ്കിലും നിങ്ങൾ ഏകദേശം രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മേ ബി ഒരുപോലെ ആയിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പിണക്കം മാറുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല, പക്ഷേ നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.